യേശുവിലേറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് അനുഗ്രഹവെള്ളി വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. രാവിലെ തന്നെ അനുഗ്രഹം സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് നമ്മളെല്ലാവരും. പ്രാർത്ഥിച്ചൊരുങ്ങണം, എങ്കിൽ കർത്താവ് അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഈ അനുഗ്രഹവെള്ളിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മറക്കരുത്. എന്നാൽ ഇന്നത്തെ അനുഗ്രഹവെള്ളിയുടെ നിയോഗം മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയാണ്. അതുപോലെ വീണ്ടും മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇത് അച്ഛൻ ഒരു കുടുംബത്തെ കാണിക്കാം. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ കുടുംബം വിവാഹം കഴിഞ്ഞിട്ട് ഈ സഹോദരിക്ക് 13 വർഷം കഴിഞ്ഞ് മക്കളുണ്ടായില്ല. ഇവിടെ വന്നു ധ്യാനം കൂടി കർത്താവ് മക്കളെ കൊടുത്തു. ഒരു കുഞ്ഞിനെയായി മകൾ ചോദിച്ചത് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. വീണ്ടും കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ട് ഇപ്പോൾ 13 വർഷമായി. പിള്ളേർ അന്നത്തെ കൊച്ചുകുട്ടിയെടുത്ത് വലിയ പിള്ളേരായി നിൽക്കുക. സാക്ഷ്യം പറയാൻ വന്നതാ. പ്രിയമുള്ളവർ, ഇതുപോലെ നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും മക്കളില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇന്ന് വരണം. അച്ഛൻ പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടികളെ അച്ഛനെ കൈ തരണം. അച്ഛനെ അത്ഭുതത്തൊട്ടിൽ സമർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, സാക്ഷ്യം പറയാൻ വന്നതാ. ഈ കാണുന്ന സഹോദരിമാരൊക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടി. ആ ഒരു സന്തോഷം ദൈവത്തോട് സമർപ്പിക്കാനും ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി വന്നാണെങ്കിൽ നീ ഇന്ന് സ്വപ്നം കാണണം. നിൻ്റെ കുടുംബത്തിൽ ഒരു പക്ഷേ മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞയക്കണം. വീണ്ടും മക്കളെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ദമ്പതിമാരുണ്ടെങ്കിൽ അവരോട് പറയണം, നിങ്ങൾക്ക് ആകുലത്തെ പോയി ഈശ്വര അനുഗ്രഹം, പ്രത്യേക അനുഗ്രഹം വാങ്ങിക്കണമെന്ന്. ഓർക്കുക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ. പിന്നെ ഒരു കാര്യം ഓർക്കണേ, മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി മാത്രമൊന്നുമല്ല നിയോഗം കേട്ടോ. ഇന്നത്തെ പ്രത്യേക നിയോഗം അച്ഛൻ പറഞ്ഞോളൂ. ഒന്ന് നോക്കിയ പ്രിയമുള്ളവരെ, ആദ്യം കണ്ട സാക്ഷ്യം പറയാൻ വന്ന സഹോദരിമാരെ പോലെ ഒരുവളായി നിനക്ക് മാറാൻ സാധിക്കണം. നിൻ്റെ ജീവിതത്തിലും കർത്താവ് ഉദരം തുറന്നു കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാഗ്ദത്ത പേടകത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ സമർപ്പിച്ച നിയോഗം ഇത് അച്ഛൻ ആൾത്താരിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു അനുഗ്രഹത്തെ ദിവസമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛന് ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.